മുനീറിന്റെ ശാപം കേരളത്തിനുണ്ട്. മുനീർ അന്ന് കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേ അന്ന് വന്നിരുന്നെങ്കിൽ ഈ ഗതി കേരളത്തിനുണ്ടാവില്ലായിരുന്നു. അതിൻ്റെ പേര് നോർത്ത് സൗത്ത് ബൈപ്പാസ് എന്നാണ് ഇട്ടിരുന്നതെങ്കിൽ പ്രശ്നമില്ല. ഇത് എക്സ്പ്രസ് എക്സ്പ്രസ് വേ എന്ന് പറയുമ്പോൾ ആരുടെ നെഞ്ചിലൂടെ കയറാൻ പോകുന്ന ഒരു സാധനമാണെന്നുള്ളൊരു കൂത്തുപറമ്പിലെ പ്രഭാകരേട്ടന്റെ പശുവിനെ അഴിച്ചു കെട്ടണമെങ്കിൽ അത് കാസർഗോഡ് പോയിട്ട് യു ടേൺ എടുത്ത് വരണം. അതല്ല, അതൊന്ന് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് അറിയില്ല. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ദേശീയപാത അതിനേക്കാൾ ഭീകരമായ ആക്സസ് കൺട്രോളാണ്. ഞാൻ അന്ന് എന്ത് പറഞ്ഞു അതേ സാധനം തന്നെയാണ് ആക്സസ് കൺട്രോൾ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് 500 മീറ്ററിൽ കാറ്റിൽ പാസ് ഉണ്ടായിരുന്നു. 500 മീറ്ററിൽ കാറ്റിൽ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ കൊണ്ടുപോകാൻ തന്നെയാണ്. അത് ഇവർക്കതൊന്നും പറഞ്ഞപ്പോൾ മനസ്സിലായില്ലെന്ന്. പിന്നെ മാത്രമല്ല, എല്ലാ റോഡുകളും ഇതിൻ്റെ മുകളിലൂടെ ക്രോസ് ചെയ്ത് പോകും. അതിവേഗതയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിവേഗതയിൽ പാവപ്പെട്ടവന് പോകേണ്ട ആവശ്യമില്ല, അത് പണക്കാർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ഇവർ പറയുന്നത് നമുക്ക് ഇത്ര മണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് ഇവിടെ എത്താമെന്ന്. ഞാൻ 2 ടേമുകളിൽ മന്ത്രിയായിരുന്നു. ഒന്ന് PWD മന്ത്രിയായിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. പിന്നെയാണ് പഞ്ചായത്ത് സാമൂഹ്യ നീതി വകുപ്പിലേക്ക് വരുന്നത്. എനിക്ക് പൊതുമരാമത്ത് എന്ന് പറയുന്നത് എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു വകുപ്പാണ്. അപ്പോൾ അത് എനിക്ക് പാർട്ടി തന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ സഹപ്രവർത്തകൻ ഡോക്ടർ വേണുണ്ട്, അദ്ദേഹം പിന്നീട് ചീഫ് സെക്രട്ടറി ഒക്കെ ആയി മാറി. അപ്പോൾ അന്ന് അദ്ദേഹം IAS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനിപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് എടുത്തിട്ട് എന്താ ചെയ്യുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ മന്ത്രിമാരും സാധാരണ ചെയ്യുന്നത് ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ആ വകുപ്പിനെ നന്നാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കും. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ നിന്നും 4-5 പടി മുകളിലേക്ക് കയറിയിരിക്കുക, എന്നിട്ട് ഈ വകുപ്പിനെ ആ ഉയരത്തിലേക്ക് പൊക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ നൂതനമായ പല ആശയങ്ങളും കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ അന്നാദ്യമായിട്ടാണ്. അതുവരെ ഈ ചെറിയ വീപ്പയിൽ ഇങ്ങനെ ഓട്ട ഉണ്ടാക്കിയിട്ട് ടാർ ചെയ്യുന്നതിൽ നിന്നും നമ്മൾ മെഷീനറികളിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ റബ്ബർ മിക്സ്ഡ് റോഡുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. റബ്ബറൈസ്ഡ് എന്നല്ല അതിന് പറയുക, റബ്ബർ മിക്സ്ഡ്. അതിനുവേണ്ടി KRL റബ്ബർ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ KSTP എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നമ്മൾ ടെക്നോളജിയെ കംപ്ലീറ്റ് മാറ്റി. ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജി അന്ന് PWDയിൽ നമ്മൾ കൊണ്ടുവന്ന മാറ്റത്തിലുണ്ടായിട്ടുള്ള മെഷീൻസ്. അന്ന് ഈ മെഷീനറി കാണാൻ വേണ്ടി ആളുകൾ റോഡിൻ്റെ സൈഡിൽ തടിച്ചുകൂടുകയായിരുന്നു. കാരണം ഇതൊക്കെ ആദ്യമായിട്ടാണ് കേരളം കാണുന്നത്. അന്നാണ് നമ്മൾ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ഒരു പുത്തൻ ആശയം കൊണ്ടുവന്നത്. എക്സ്പ്രസ് ഹൈവേയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് WHO പറഞ്ഞിട്ടുള്ള അന്നത്തെ അവരുടെ പിന്നെ ഗൈഡ് ലൈൻ പ്രകാരമാണ് നമ്മൾ എക്സ്പ്രസ് വേ പ്ലാൻ ചെയ്തത്. നാഷണൽ ഹൈവേ എന്ന് പറയുന്ന ഒരു റോഡ് നമ്മൾ തുടയേണ്ടതില്ല, പകരം ഒരു പുതിയ അലൈൻമെൻറ്റ് ഉണ്ടാക്കുക. ആ അലൈൻമെൻറ്റിലൂടെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം, ട്രാഫിക് ഡൈവേർട്ട് ചെയ്യാം. അത് നമ്മൾ 2030 അന്നത്തെ കാലഘട്ടത്തിൽ 2030-35 ട്രാഫിക്കാണ് നമ്മൾ മുൻകണ്ടിട്ടുള്ളത്. DPR ഉണ്ടാക്കിയിരുന്നല്ലോ, എല്ലാം ഉണ്ടാക്കി. 12 വരിയായിട്ടാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇതുണ്ടല്ലോ. ഇത് 2 വർഷം കഴിയുമ്പോഴേക്കും സാച്ചുറേഷനിലേക്ക് എത്തും. ഇനി നമ്മൾ വേറെ ഒരു റോഡിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അതിനേക്കാൾ അപ്പുറം ഈ അടുത്ത് ചാനൽ ചർച്ചയിൽ ഉപേന്ദ്രനാരായണൻ എന്ന ഒരു റോഡ് സുരക്ഷാ വിദഗ്ധൻ പറഞ്ഞിരുന്നു, മുനീറിന്റെ ശാപം കേരളത്തിനുണ്ട്. മുനീർ അന്ന് കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേ അന്ന് വന്നിരുന്നെങ്കിൽ ഈ ഗതി കേരളത്തിനുണ്ടാവില്ലായിരുന്നു. നമ്മൾ അന്ന് റോഡ് മുഴുവൻ വയാഡക്റ്റ് വെച്ചുകൊണ്ട് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. കാരണം ഇവിടെ എംബാങ്ക്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമാകുന്നൊരു കാര്യമില്ല. കാരണം നമ്മുടെ ക്ലൈമറ്റാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റുന്ന രീതിയിൽ മാത്രമേ നമുക്കിത് പറ്റിയ കമ്പനികളാണ് നമ്മൾ ടൈപ്പായി. അന്ന് മലേഷ്യൻ കമ്പനിയൊക്കെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, മലേഷ്യയിൽ ഇതേപോലെ മഴയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു നോർത്ത് സൗത്ത് എക്സ്പ്രസ് വേ ഉണ്ടാക്കി അവരുടെ എക്കോണമിയെ തന്നെ ഉയർത്തിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ജർമ്മനിയിൽ ഓട്ടോബാൻ എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള റോഡാണ് ജർമ്മനിയുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അതേപോലത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുമായിരുന്നു. മാത്രമല്ല, ഈ 2 വീലേഴ്സിനെ നമ്മൾ ഇതിൽ നിന്നും മാറ്റണം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2 വീലേഴ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള
വേ ഉണ്ടാകണം, അങ്ങനെ പല വലിയ ആശയങ്ങളും അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അത് ആ സമയത്ത് എല്ലാവരും അത് പറയുന്നത് ഇതാണ്, നിങ്ങൾ ഈ കാലത്തിനപ്പുറം നിന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് കുറച്ച് ആ സമയത്ത് ഇമ്മച്യൂറായി ഒരു സമയത്തായിരുന്നു, കാലം ഇമ്മച്യൂറായ സമയത്തായി പോയി ഞാൻ ആ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. അതിൻ്റെ പേര് നോർത്ത് സൗത്ത് ബൈപ്പാസ് എന്നാണ് ഇട്ടിരുന്നതെങ്കിൽ പ്രശ്നമില്ല. ഇത് എക്സ്പ്രസ് എക്സ്പ്രസ് വേ എന്ന് പറയുമ്പോൾ ആരുടെ നെഞ്ചിലൂടെ കയറാൻ പോകുന്ന ഒരു സാധനമാണെന്നുള്ളൊരു കൂത്തുപറമ്പിലെ പ്രഭാകരേട്ടൻ്റെ പശുവിനെ അഴിച്ചു കെട്ടണമെങ്കിൽ അത് കാസർഗോഡ് പോയിട്ട് യു ടേൺ എടുത്ത് വരണം. അതല്ല, അതൊന്ന് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് അറിയില്ല. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ദേശീയപാത അതിനേക്കാൾ ഭീകരമായ ആക്സസ് കൺട്രോളാണ്. യെസ്, ഞാൻ അന്ന് എന്ത് പറഞ്ഞു അതേ സാധനം തന്നെയാണ് ആക്സസ് കൺട്രോൾ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് 500 മീറ്ററിൽ കാറ്റിൽ പാസ് ഉണ്ടായിരുന്നു. 500 മീറ്ററിൽ കാറ്റിൽ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ കൊണ്ടുപോകാൻ തന്നെയാണ്. അത് ഇവർക്ക് അതൊന്നും പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്ന്. പിന്നെ മാത്രമല്ല, എല്ലാ റോഡുകളും ഇതിൻ്റെ മുകളിലൂടെ ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ എവിടെയും ഒരു തരത്തിലുള്ള എൻട്രൻസും ഇല്ലാത്ത രീതിയിലുള്ള അതിമനോഹരമായ ഒരു സ്കീമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നും ഈ കാലം ആവശ്യപ്പെടുന്നത് ദേശീയപാത വികസനത്തെക്കാൾ കൂടുതൽ ഒരു പുതിയ അലൈൻമെൻറ്റിൽ വരുന്ന വീതി കൂടിയ ഒരു റോഡ് തന്നെയാണ് എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. പക്ഷെ ഇടക്കാലത്ത് ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു മുനീർ സാഹിബ്. വേണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പരിസ്ഥിതിയെ ആഘാതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അന്നത്തെ ഈ പദ്ധതിയെ പരിസ്ഥിതി അനുകൂലമായ പദ്ധതിയാക്കി നമുക്ക് മാറ്റായിരുന്നു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മരം മുറിച്ചാൽ 10 മരം നടണം എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. അത് നടപ്പിലാക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ പച്ചപ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള ആളുകൾ. പക്ഷെ ഇപ്പോൾ അവരെയൊന്നും കാണുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ അതാ പറയുന്നത്, എന്തുകൊണ്ടായിരുന്നു അത്. എനിക്ക് തോന്നുന്നു MK മുനീർ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊണ്ടുവന്നത് കൊണ്ടാണ് ആ പദ്ധതി ഷെൽവ് ചെയ്തു പോയതെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഇതേ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഈ സ്ഥലമെടുക്കുകയും ആക്സസ് കൺട്രോൾ ചെയ്തതിനെയും അഭിമാനപൂർവ്വം അവരുടെ പദ്ധതിയുടെ ഒരു വിജയമായി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ഇതിനപ്പുറം എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ആക്സസ് കൺട്രോൾ ഇപ്പോൾ വന്നത് ആക്സസ് കൺട്രോൾഡാണ്. അതിവേഗതയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിവേഗതയിൽ പാവപ്പെട്ടവന് പോകേണ്ട ആവശ്യമില്ല, അത് പണക്കാർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ഇവർ പറയുന്നത് നമുക്ക് ഇത്ര മണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് ഇവിടെ എത്താമെന്ന്. അപ്പോൾ അത് പ്രത്യേകമായ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൽ ആ കാലഘട്ടത്തിൽ ആ പദ്ധതി വരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പലരും ചെയ്തിട്ടുള്ളതാണ്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് അവരും ഈ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ ബന്ദികളാക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഈ എതിർപ്പ് തന്നെയാണ് പദ്ധതി ഉപേക്ഷിക്കുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങളൊന്നും ഇതിനെതിരെ ശബ്ദിക്കാത്തത്? ആക്സസ് കൺട്രോൾ വന്നതിനെതിരെ പശുവിനൊക്കെ അങ്ങോട്ട് പിന്നെ മാറ്റിക്കെട്ടാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ച് എന്താണ് സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് എംബാങ്ക്മെൻ്റ് ഉണ്ട്? ഒരുപാട് ലഘുലേഖകൾ ഇറക്കിയിരുന്നു പരിഷത്തും. എന്താണ് അവരൊക്കെ എവിടെ പോയി? പഠന റിപ്പോർട്ടുകൾ. അന്ന് ഏറ്റവും അപകടകരമായ ഒരു പ്രസ്താവന അവർ ഇറക്കിയത്, ഇന്ത്യ രാജ്യം വിഭജിച്ചത് മുസ്ലിം ലീഗാണ്, കേരളത്തെ വിഭജിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ്. എത്ര വലിയ അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ അവർ നടത്തിയിട്ടുണ്ട്. ഇന്ന് എന്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ ശബ്ദിക്കുന്നില്ല? അപ്പോൾ സത്യത്തിൽ MK മുനീർ ആയതുകൊണ്ടായിരുന്നുവോ എന്ന് ഞാനിപ്പം അറിയാതെ ആലോചിച്ചു പോവാണ്. സത്യത്തിൽ അതുകൊണ്ട് നിങ്ങൾ കേരളത്തിനെ എത്ര വർഷത്തേക്ക് പിന്നോട്ട് കൊണ്ടുപോയി.